ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ്, മെസ്സേജ് എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എനർജി ഒറാക്കിൾസ് റീഡ് ചെയ്യും, പിന്നീട് അത് കഴിഞ്ഞ് ടാരോ കാർഡ്സ് കൂടി നോക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വിക്ടറിയാണ്. വളരെ നല്ല എനർജിയാണ്. 2 + 8 10 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 1ൻ്റെ എനർജി ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തേർഡ് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടുന്ന ആൾക്കാരായിരിക്കണം. പല കാര്യങ്ങളിലും നല്ലതുപോലെ നോളജ് ലഭിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നോളജ് ഉള്ള ആൾക്കാരാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മാറ്റത്തിന് വിധേയമാവുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഒരു മാറ്റത്തിന് വിധേയമാവുന്നു. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൊണ്ടുവരാൻ കഴിയുന്നു. ഈ ഒരു വിക്ടറി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ മുന്നേറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു വിജയത്തിനുള്ള സാധ്യത ഒരുപാട് കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി. പല കാര്യങ്ങളിലും നിങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള സാധ്യത, ഇനി അതുമല്ല മറ്റേതെങ്കിലും സമൂഹത്തിലൊക്കെ ഒരു ഉയർന്ന പദവിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു തുടക്കം കൊടുക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ദൈവികമായ എനർജി തന്നെയാണ്. ഈ എനർജിയിലൂടെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ത് കാര്യത്തിലാണ് വിക്ടറി എന്ന് നമുക്കൊന്ന് നോക്കാവേ. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ വിക്ടറി നേടാൻ സാധിക്കുന്നത്, അതുപോലെ ജീവിതത്തിൽ തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ത് കാര്യത്തിലാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹകാര്യമാകാം, ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുമുള്ള അവസരമാണ്. വളരെ നല്ല എനർജിയാണ് 3 ഓഫ് കപ്സിൻ്റെ എനർജി. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. മാരേജ് പ്രപ്പോസലുകൾ വരാം, അതുപോലെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ടാവാം, അതുപോലെ ജോലി കിട്ടാം, വീട്, വാഹനം, ഇതിൻ്റെ ഒക്കെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷനാവാം. അതുവഴി നിങ്ങൾക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒരു വലിയൊരു വിജയത്തിലേക്ക് കുതിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു വലിയ വിജയം. ഈ ഒരു വലിയ വിജയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള എനർജിയാണത്. മിക്കവാറും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ജോലി ലഭിക്കാനുള്ള എനർജിയാണ്. അതുമല്ല എങ്കിൽ സാമ്പത്തികത്തിൻ്റെതായ എനർജി. സമൂഹത്തിലൊരു സ്ഥാനം അലങ്കരിക്കാൻ നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. ഈ ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ചിലപ്പോൾ സാമ്പത്തികം വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും അവിടെ ഒരു ഫ്രീഡം അനുഭവിക്കാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അതിലൂടെയാണ് നിങ്ങൾക്ക് വിക്ടറി നേടാൻ കഴിയുന്നത്. ആ ഒരു വിക്ടറിയിലേക്കാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എന്നുമാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം.
കോർണുകോപ്പിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സമൃദ്ധിയുടെ എനർജിയാണ്. സമൃദ്ധിയുടെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇവിടെ 11 ആണ് നമ്പർ. ഒത്തിരി മാറ്റങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിവിടെ 11 നമ്പർ കാണുന്നവരുണ്ടാവാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഈ ഒറക്കിൾ കാർഡ്സിൽ വന്നിരിക്കുന്നത് നമ്പർ 1 ആണ്. നമ്പർ 1 വന്നിട്ടുണ്ട്. 10 അല്ലേ വന്നത്. 10ൻ്റെ എനർജിയിൽ നമുക്ക് 1 ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു 1 വന്ന് ഇവിടെ 11 വന്നു, അതായത് 111. ചിലപ്പോൾ 11, 111 ഒക്കെ കാണുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ 11 ഒക്കെ കാണുന്നവർ ഉണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു പുരോഗതിയെ കാണിക്കുന്നതാണ്. ജീവിതത്തിൽ മുന്നോട്ടൊരു പുരോഗതിയിലേക്ക് നിങ്ങൾ നടന്നെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റവും വലിയൊരു വിക്ടറിയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ദൈവികമായ ഒരു എനർജിയിലേക്ക്. അതായത് ഇവിടെ സമൃദ്ധിയാണ് വന്നിരിക്കുന്നത്. ഈ സമൃദ്ധി നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം. മനസ്സിലായോ? അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്കതിന് സാധിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നല്ലൊരു പ്രകാശമാണ് കാണാൻ കഴിയുന്നത്. അതായത് ഡിവൈൻ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും, മെറ്റീരിയൽ തിങ്സിലാണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളിലായാലും ഏതിലായാലും സ്പിരിച്വലി നിങ്ങൾക്ക് ഒത്തിരി ഗ്രോ ചെയ്യാൻ സാധിക്കുന്നു, ഒത്തിരി ഗ്രോത്ത് വരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾക്ക് ഒത്തിരി ഗ്രോത്ത് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് 11 നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാധ്യത വരുമ്പോൾ, ഈ ഒരു ഗ്രോത്ത് വരുമ്പോൾ എന്താണ് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് വരുന്നത്? സമൃദ്ധിയാണ്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സമൃദ്ധി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത്രയും മാനസിക സന്തോഷവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ധാരാളമായിട്ട് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആവാം, അതുപോലെ മാനസിക സന്തോഷത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ നിറഞ്ഞിരിക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. അത്തരം ഒരു എനർജിയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വിക്ടറിയിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരുന്നു, ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നുണ്ട്, സമൃദ്ധിയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസ്. അതുവഴി നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നു, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. അതുവഴി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്തുണ്ടോ അവിടെ നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും. ഇവിടെ മറികടക്കുകയാണ് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി, അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, തടയിടാൻ ശ്രമിക്കുന്നു, അതിന് സാധിക്കുന്നു. മനസ്സിലായി? ഇതുവരെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു വിജയം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വിജയം കൈവരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായി? എല്ലാവരും പ്രഷ്യസ് ആണ്. ആരും മോശക്കാരൊന്നുമല്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നിങ്ങളൊരു വാല്യുബിളായിട്ടുള്ള പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെയും കരുതേണ്ടത്. നിങ്ങൾ പ്രഷ്യസ് ആണോ, അതുപോലെ നിങ്ങളൊരു വർത്തി പേഴ്സൺ ആണോ, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെയും കരുതണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, ഇന്നർ ഹാപ്പിനെസ് കിട്ടണം. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങളെപ്പോലെ മറ്റുള്ളവരെയും നിങ്ങൾ കരുതാൻ ശ്രമിക്കണം. ആരെയും ചെറുതായിട്ട് കാണാൻ പാടില്ല. മനസ്സിലായി? ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഉയർച്ച വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അങ്ങ് ഒത്തിരി താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. ആ ഒരു എനർജി കൊള്ളില്ല, അത് ശരിയല്ല. ആ ഒരു സ്വഭാവമേ കൊള്ളില്ല. മനസ്സിലായോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ അധപ്പതനം വീണ്ടും തുടങ്ങുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ എത്രമാത്രം ചെറുതായിട്ട് കാണുന്നുണ്ടോ നിങ്ങളെ അതേപോലെ താഴ്ത്തിക്കെട്ടാൻ ഡിവൈൻ ഇവിടെ പരിശ്രമിക്കും. മനസ്സിലായി? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂണിവേഴ്സിൻ്റെ സന്തതികളാണ്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ എത്രമാത്രം വാല്യുബിളാണോ, നിങ്ങൾ എത്രമാത്രം പ്രഷ്യസ് ആണോ, അതുപോലെ മറ്റുള്ളവരെയും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്നർ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം. ഇവിടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുക. ഡിവൈൻ നിങ്ങളിലേക്കും കണക്റ്റ് ആവും.
മനസ്സിലായോ? ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ മറികടക്കാനുള്ള ബുദ്ധി ലഭിക്കും. അല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരെ എന്നിലേക്ക് ഇന്നതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ തടയിടാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വന്നിട്ട് ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. എത്രമാത്രം നിങ്ങൾ തല കീഴായിട്ട് നിന്നോ, തലയും കുത്തി നിന്നോ, ചില കാര്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ ബുദ്ധിമുട്ടി നിങ്ങൾ തല കുത്തി നിൽക്കുകയാണ്. ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ എന്താണ് ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് എന്ന് എത്രമാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാനും സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അവയർനെസ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? നിങ്ങൾ ഈ ഒരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ എക്സർസൈസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയർനെസ് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവബോധം വർദ്ധിച്ചു വരുന്ന എനർജിയാണിത്. ഇന്നല്ലെങ്കിൽ നാളെ, ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ നിങ്ങളൊരു പരാജയത്തിലിരിക്കാം, അതിനപ്പുറം നിങ്ങൾ ഇരിക്കില്ല. മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ലഭിക്കും. മനസ്സിലായി? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ചിട്ടായിരിക്കും ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അത്രയും നിങ്ങൾക്ക് ധൃതി അങ്ങ് കുറയ്ക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്കൊരു ക്ഷമ കൊണ്ടുവരാൻ സാധിക്കും. ആ ക്ഷമ എപ്പോൾ കൊണ്ടുവരുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് അവബോധം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തല കീഴായി നിൽക്കുന്ന വ്യക്തിക്ക് തല നേരെ തന്നെ കളിക്കാൻ സാധിക്കും. കാരണം അവബോധമുണ്ടാകുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു, അവയർനെസ് ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നു. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് വാക്കിംഗ് എവേ ആണ്. 2+7 9 ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ വാക്കിംഗ് എവേ, നടന്നു പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് എത്രമാത്രം ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടോ അത് അത്രയും നല്ലതാണ്. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളൊന്ന് ഉപേക്ഷിച്ചോ, അതിനെ ഉപേക്ഷിച്ച് ലെറ്റ് ഗോ ചെയ്തു, ഡിവൈനിലേക്ക് സമർപ്പണം നടത്തി, അല്ലെങ്കിൽ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടുണ്ടോ, അല്ല എങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം യൂണിവേഴ്സിലേക്ക് നിങ്ങൾ പിന്നീട് അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ദിവസത്തേക്ക് നിങ്ങളത് ചെയ്തു, യൂണിവേഴ്സിലേക്ക് അതിനെ സമർപ്പിച്ചും കഴിഞ്ഞു. പിന്നീട് എല്ലായ്പ്പോഴും അത് വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് വന്നുകൊള്ളും. പിന്നെ അത് നിങ്ങൾക്ക് നടത്തിത്തരേണ്ട ചുമതല യൂണിവേഴ്സിനുള്ളതാണ്. മനസ്സിലായോ? നിങ്ങളല്ല പിന്നെ അത് നടത്തുന്നത്. നിങ്ങൾക്കത് നടത്താനുള്ള സമയത്ത്, കൃത്യമായ സമയത്ത് അത് യൂണിവേഴ്സ് നടത്തിത്തരും. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊരു കാര്യത്തെ ഉപേക്ഷിച്ചോ പിന്നെ തിരിഞ്ഞു നോക്കി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. തിരിഞ്ഞു നോക്കി പോകുമ്പോൾ വീണ്ടും നിങ്ങളുടെ എനർജി ബാക്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? വേണ്ടെന്ന് നമ്മൾ ഒരു കാര്യത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു, അത് വേണ്ട, തീർത്തും അത് വേണ്ട. ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചോ, അത് നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ പാടില്ല. അത് വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലപ്പുറവും വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് അത് മുന്നോട്ട് പോകും. അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നത് വേണ്ട എന്ന് തീർത്തും വയ്ക്കണം. ഒഴിവാക്കേണ്ട കാര്യങ്ങളെ തീർത്തും ഒഴിവാക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ തിരിഞ്ഞു നോക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല.
മനസ്സിലായി? മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് എന്ന് കാണുന്നു. ഇനി എന്ത് കാര്യത്തിനാണ് നിങ്ങളിവിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് എന്ന് നോക്കാം. എന്തൊക്കെയോ സ്നേഹത്തെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മളിവിടെ കാണുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. സാമ്പത്തികപരമായ ബാധ്യതകളുണ്ട്. മനസ്സിലായി? സാമ്പത്തികപരമായ ബാധ്യതകൾ ഉള്ള വ്യക്തികളാണ് എന്നാണ് കാണുന്നത്. മുന്നോട്ട് അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഇവിടെ 6 ഓഫ് സോർഡ്സ് ആണ്. മുന്നോട്ട് കടന്നു പോവുക തന്നെ ചെയ്യും. മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചോ നിങ്ങൾ മുന്നോട്ട് കടന്നു പോവുക തന്നെ ചെയ്യണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ എന്താണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങളത് ഈ ഒരു സമയത്ത് ഡിവൈനിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് കഴിയുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കടന്നു പോകാൻ സാധിക്കും. നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു വലിയ സക്സസ്സിലേക്കാണ് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. 7 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളിവിടെ ക്ഷമയോടുകൂടി എന്ത് കാത്തിരിക്കുന്നു? ഇവിടെയും പെന്റക്കിളിൻ്റെ എനർജിയാണ്. ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികപരമായിട്ട് എന്താണോ നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം ദുഃഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഏത് കാര്യത്തിൽ നിങ്ങളിപ്പോൾ ദുഃഖത്തിലിരിക്കുന്നുണ്ടോ അതിനെ നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായോ? വിട്ടുകളഞ്ഞ കാര്യത്തെ വീണ്ടും ഓർമ്മിച്ച് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അവിടെ ഒരു സക്സസ് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വിക്ടറിയാണ്. അതുപോലെ തന്നെ സമൃദ്ധിയും വന്നിട്ടുണ്ട്. എന്നിട്ട് ബ്രോക്കൺ ഹേർട്ടാണ് അല്ലേ? ഇവിടെ ഹൃദയം മുറിഞ്ഞ വേദന ഇവിടെ അനുഭവിക്കുന്നത്. ഇവിടെ 9 ആണ് നമ്പർ. ഇവിടെ 9 ആണ്. വാക്കിംഗ് അവേ വന്നിരിക്കുന്നത് 9 ആണ് നമ്പർ. ഇവിടെ ബ്രോക്കൺ ഹേർട്ട് വന്നിരിക്കുന്നത് 9 ആണ് നമ്പർ. അപ്പോൾ ഇവിടെ രണ്ടും ഈ മീനിങ് ഒരേപോലെയാണ്. അപ്പോൾ ഈ സ്നേഹബന്ധത്തെ ഇവിടെ വേർപെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളെയും അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വാക്കിംഗ് അവേ വന്നിരിക്കുന്നത് ചിലപ്പോൾ ആരോടെങ്കിലും ഒക്കെയുള്ള ആ ഒരു സ്നേഹബന്ധത്തെ ആയിരിക്കണം ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ ഉണ്ടായിരിക്കാം നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട്. കണ്ടില്ല? അവർ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രമാത്രം സ്നേഹത്തിൽ കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ഒരു വേർപാട് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇങ്ങനെ ഒരു വേർപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാം. വീണ്ടും കൂടിച്ചേരില്ല എന്നും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അങ്ങനെ വീണ്ടും കൂടിച്ചേരില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അത്രമാത്രം അത് ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിവൈനിലേക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത്. ലെറ്റ് ഗോ ചെയ്യൂ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് ഡിസിറ്റാണ്. കണ്ടില്ലേ? ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2+5 7 ആണ് നമ്പർ. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എവിടെ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവുക. അതിലൂടെ ആയിരിക്കണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള എനർജി ആണെങ്കിൽ പോലും നിങ്ങൾ അതിനെ കടന്നു പോകുമെന്ന് കാണുന്നുണ്ട്. അതിനെ കടന്നുപോയി നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ദൈവികമായ എനർജി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ബ്രോക്കൺ ഹാർട്ട് കണ്ടില്ല? ഇവിടെ രണ്ടുപേർ തമ്മിലുള്ള വളരെ നല്ല സ്നേഹത്തിലിരിക്കുന്നു. ഇവിടെ ആയിരിക്കാം ചിലപ്പോൾ വേർപാട് സംഭവിക്കുന്നത്. അവിടെ എങ്ങനെ വേർപാട് സംഭവിക്കുന്നത്? വീണ്ടും കൂടി ചേരേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൂടിച്ചേരും. ഇനി അതല്ല, പിരിഞ്ഞു പോവേണ്ടവരാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. ഇവിടെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ്. പിരിഞ്ഞു പോയാലും
അത് വീണ്ടും കൂടിച്ചേരും എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? അങ്ങനെ ചേരേണ്ടവരാണെങ്കിൽ ഇവിടെ കൂടിച്ചേരും. ഇനി അതല്ല എങ്കിൽ പോയേ പറ്റൂ, ഡിവൈനിലേക്ക് സമർപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും കൂടിച്ചേരേണ്ടവരാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇൻഡ്യൂഷൻ ഉണ്ടാകുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. ഇൻഡ്യൂട്ടീവാണ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ. നിങ്ങൾ പലരും അതുപോലെ തന്നെയുള്ള എനർജി ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ദൈവികമായ എനർജിയുമായിട്ട്, ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്പർ 11 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 11 കണ്ടില്ലേ? 11 കാണുന്നവരുണ്ടായിരിക്കാം, 111 കാണുന്നവരുണ്ടായിരിക്കാം. ഒരുപാട് പേരുടെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിവൈനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സമൃദ്ധി വരും. അതുപോലെ പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ. മനസ്സിലായി? വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. കൂടിച്ചേരേണ്ടവരാണെങ്കിൽ അത് കൂടിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെയും എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടില്ലേ, മാനിഫെസ്റ്റേഷനാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങൾ എന്തിനോ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഹൈ എനർജിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സ്നേഹത്തിന് വേണ്ടി ആയിരിക്കണം മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും തമ്മിൽ പിരിഞ്ഞു പോയിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വേർപാടിലൂടെ വീണ്ടും നിങ്ങൾ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.